ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് പതിവ് പോലെ കുറേ പേർക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. പക്ഷെ ഇന്ന് തുടങ്ങിയപ്പോൾ സന്തോഷമൊക്കെ ആയിരുന്നെങ്കിൽ അവസാനം ഭയങ്കര സങ്കടമായിട്ടോ അവസാനിച്ചത് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ അത് വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പൊ ഞാൻ ദേ എണീറ്റു, തീയൊക്കെ കത്തിച്ചു, വിറക് കുറച്ച് നനഞ്ഞുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തിരി സമയം എടുത്തു കത്തി പിടിയാൻ കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ മുകളിൽ വെക്കുമ്പോഴേ ചെറിയ ചാറ്റലടികളുണ്ടായിരുന്നു അതുകൊണ്ട്. പിന്നെ ദേ അരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്നിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്, എടുക്കാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്ത് ദേ പുറത്തേക്ക് വെക്കാണ്. അപ്പോൾ ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ മോരുകൂട്ട ഉണ്ടാക്കണം, ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കണം. പിന്നെ ഇത് വന്നിട്ട് അമ്മുവിന് സ്കൂളിൽ കൊണ്ടുപോകാനും ദോശയ്ക്ക് കഴിക്കാനും തക്കാളി ചമ്മന്തി ആട്ടോ. അങ്ങനെ ഓരോ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ചുവന്ന മുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി, ചുവന്നുള്ളി, തക്കാളി നന്നായി വഴറ്റി മിക്സിയിൽ അടിക്കുക. അപ്പൊ ദേ കായോടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ദേ നമ്മുടെ പണികളൊക്കെ ഏകദേശം തീർന്നുകൊണ്ടിരിക്കണം. ഒരു സൈഡിൽ നിന്ന് തക്കാളി ചമ്മന്തി ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ദേ നമ്മുടെ ദോശ ഉണ്ടാക്കാനായിട്ട് മാവ് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെയാട്ടോ നമ്മുടെ തക്കാളി ചമ്മന്തി ഇരിക്കണത്. അപ്പോ നമുക്ക് പിന്നെ ദേ അരിയൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുറന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ കുറേ വെള്ളം അവിടെ പോകും തിളച്ചിട്ട്. അപ്പൊ ഞാൻ ദോശ ഉണ്ടാക്കുന്നുണ്ട്. കാരണം അമ്മൂന് ഞാൻ നേരത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോവുക. അവൾക്ക് 7:30 ആകുമ്പോഴേക്കും പോകണം. അപ്പൊ അതുകൊണ്ട് തന്നെ അവളെ പഠിക്കല്, എണീറ്റ് വായിക്കല് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അവൾക്ക് എന്താ പറയാ ഭക്ഷണം കഴിച്ച് അങ്ങനെ പോകേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവള് നേരത്തെ ഫുഡും കഴിക്കും ട്ടോ. അപ്പൊ ഞാൻ ദേ അരി നന്നായിട്ട് വെന്തു. അപ്പൊ ഞാൻ ചോറ് ദേ ഊറ്റിക്കൊണ്ട് ഇരിക്കുന്നു. അങ്ങനത്തെ ഓരോരോ പണികൾ ട്ടോ. പിന്നെ ഞാനിന്ന് കുടിക്കാൻ പോണത് നമ്മുടെ ബ്ലാക്ക് കോഫിയില്ലേ, മധുരിടാണ്ട്. അത് ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടി. അപ്പൊ അതുകൊണ്ട് തന്നെ കാപ്പിപ്പൊടി കപ്പിലിട്ടിട്ട് ഒരു 1/2 കപ്പില് 1/4 കപ്പാട്ടോ തിളച്ച വെള്ളം ഒഴിച്ചുകൊണ്ട് കുടിക്കും. വേറൊന്നുമില്ല. അതാണ് ട്ടോ കുടിക്കണത്. അപ്പൊ അമ്മൂന്റെ ഞാൻ ഫുഡ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ ദേ നമുക്ക് പണികളൊക്കെ കഴിഞ്ഞു ട്ടോ. നമ്മുടെ ചോറ് വെന്തു. പിന്നെ ദേ മോരുകറി റെഡി ആയിട്ടുണ്ട്. പടപടേന്ന് പണികൾ കഴിയും. 5:40 ആകുമ്പോൾ എന്റെ പണി കഴിയും. പിന്നെ ഇത് വന്നിട്ട് കുറച്ച് ഞാൻ ഉരുളക്കിഴങ്ങിന്റെ ഒരു മസാലക്കറി ഉണ്ടാക്കിയത്. വൈകുന്നേരം അമ്മു വരുമ്പോൾ എന്തെങ്കിലും ചപ്പാത്തിയോ ദോശ എന്തെങ്കിലും ഉണ്ടാക്കാം കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ദേ നമുക്ക് കുറച്ച് ബീട്രൂട്ട് തോരൻ. പിന്നെ പാറു ഇപ്പൊ തുടങ്ങി നേരത്തെ എണീക്കുന്നുണ്ട്. അപ്പൊ അവൾക്ക് ഞാന് ഒരു ദോശ ഉണ്ടാക്കിയിട്ട് പിന്നെ മുട്ട പുഴുങ്ങാനും വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് കാപ്പി കുടിക്കാൻ നേരം കിട്ടിയില്ല. കാരണം ഈ പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേ അപ്പൊ ഞാൻ ഒന്ന് ചൂടാറാൻ വേണ്ടി അവിടെ വെച്ചു. അങ്ങനെ കാപ്പി കുടിക്കല്, ദോശ ഉണ്ടാക്കല്. കാരണം പാറുവിനെ നല്ല കനം കുറഞ്ഞ നെയ്യ് നല്ലോണം ഉള്ള ദോശ വേണം. അപ്പൊ ചേട്ടൻ ഉണ്ടാക്കിയത് റെഡി ആവില്ല. പിന്നെ ആൾക്ക് അടുക്കളപ്പണി അധികം വശമില്ല. ആള് തീരെ ചെയ്യില്ല. ആൾക്ക് കാപ്പിടാൻ തന്നെ ശരിക്കും അറിയില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയും, എനിക്ക് 2 പെൺകുട്ടികളുള്ള കാരണം ഭാഗ്യം. വല്ല വയ്യാണ്ടായി കഴിഞ്ഞാൽ പെൺകുട്ടികള് എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ. ആർക്കെങ്കിലുമൊക്കെ വയ്യാണ്ടായി വീട്ടിലുണ്ടാവില്ലോ എന്നൊക്കെ. അല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രം. നമുക്കൊന്നും കാര്യങ്ങൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ അപ്പൊ അതുകൊണ്ട് തന്നെ ഉം അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോ ഇങ്ങനെ പറഞ്ഞു മാത്രം ട്ടോ. അപ്പൊ ഞാൻ ദേ കാപ്പി കുടി അതിന്റെ ഇടയില് വല്ല മാറ്റമുണ്ടോ ഗൂയിസ്, ബസ്സിൽ വന്നു ഗൂയിസ് പറഞ്ഞു നോക്കിയതാട്ടോ. അങ്ങനെ ഞാൻ ഡ്രസ്സ് മാറി. ഇനി നമുക്ക് ഇറങ്ങാം. ഒരു ടിൻഡ് ലിപ് ബാമും കൂടി ഇട്ടു. ഇറങ്ങിയാലോ? നമുക്ക് നേരെ ഞാൻ കുറച്ച് വർക്കൗട്ട് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ചിലപ്പോ അതിൽ വല്ല മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ദേ എനിക്ക് എന്റെ എന്താ പറയാ, ജിമ്മേറ്റ് ആണ് കേട്ടോ ഐശ്വര്യ. അപ്പൊ ദേ ഞങ്ങള് ഉം ഇന്നത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാല് വാമപ്പ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഇന്ന് എനിക്ക് ഇന്ന് ജിമ്മില് കോച്ച് ലീവ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അറിയാം ഞങ്ങളിപ്പോ ഇത്ര ആയില്ലേ പോയി തുടങ്ങിയിട്ട്. അപ്പൊ ഞാൻ ഇതുവരെ എന്റെ പുഷപ്സ് ശരിയായിട്ടില്ല കേട്ടോ ഗുയിസ്. ഞാൻ 8 മാസമായി ചെയ്ത് തുടങ്ങിയിട്ട്. ഞങ്ങളുടെ താഴെയില്ല, എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് യോഗ പോസുകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ചെയ്യും. എനിക്കത് ഭയങ്കര ഫ്ലെക്സിബിൾ ആവും ബോഡിയൊക്കെ. അത് അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ എന്താ പറയാ വയറിനും ഒക്കത്തിനും നല്ലൊരു ഇത് കിട്ടും ട്ടോ. പിന്നെ ഞാന് ഇന്ന് നമുക്ക് ചെസ്റ്റ് ആണ്. അപ്പൊ അതുപോലെ തന്നെ ഡെഡ് ലിഫ്റ്റ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അറിഞ്ഞൂടാ, നോക്കാം. അങ്ങനെ ദേ ഞാൻ കുറച്ച് എന്റെ കലാപരിപാടികളൊക്കെ ഈ യോഗ എക്സസൈസിന്റെ കൂടെ യോഗയും കൂടെ ചെയ്യുമ്പോഴേ നമുക്ക് ഡബിൾ ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് യോഗ പോസുകൾ ഞാൻ ചെയ്യാറുണ്ട്. അപ്പൊ ദേ നമ്മൾ ചെസ്റ്റിനുള്ള വർക്കൗട്ട്. പിന്നെ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ എന്താ പറയാ, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജിമ്മിൽ പോയപ്പോ കുറേ അധികം നല്ല മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അത് ചിലര് പറയുമ്പോ ജിമ്മിൽ പോയി തുടങ്ങിയപ്പോ വലിയ പത്രാസായി ഫുള്ള് ജിമ്മിലത്തെ കാര്യങ്ങൾ മാത്രം പറയുള്ളൂ എന്നാണ്. പക്ഷെ അത് ഏറ്റവും നന്നായത് കൊണ്ടാണ് പറഞ്ഞു തരുന്നത്. ഞാൻ എപ്പോഴും എനിക്ക് ഏറ്റവും നന്നായതാട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരാറ്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത്, എനിക്ക് നന്നായിട്ട് തോന്നിയതൊക്കെ എനിക്കൊരു യാതൊരു മടിയുമില്ല. അതൊന്നും ആർക്കും ഷെയർ ചെയ്യാനും പറഞ്ഞു കൊടുക്കാനൊന്നും യാതൊരു മടിയുമില്ല. അപ്പൊ ഞാനേ ട്രൈപോഡ് ഒന്നും കൊണ്ടുപോകാറില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഫോണും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണതാണ് ഈ കാണുന്നത്. അങ്ങനെ അങ്ങനെ ഓരോരോ വർക്കൗട്ടുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നവരാണെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ജിമ്മിൽ പോണം, വേണം വേണ്ട, വേണം വേണ്ട, നിങ്ങൾക്ക് അവസരം ഉണ്ടായിട്ട് പോവാത്തവരാണെങ്കിൽ പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ പോയി ഒരു 3 മാസം കടിച്ചു പിടിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത്
അതിന്റെ വ്യത്യാസം മനസ്സിലാവും. നല്ല സുഖാണ്. ഇപ്പൊ ബോഡിക്കാണെങ്കിലും അതുപോലെ തന്നെ വയറിനാണെങ്കിലും, വയറിലൊക്കെ ചിലർക്ക് ഈ വിമിഷ്ടം മുട്ടി വീർത്ത് കെട്ടി നിൽക്കുന്ന ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു കേട്ടോ. അത് രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് നല്ല മാറ്റാണ്. ഇപ്പൊ എന്റെ വയറിൽ ഗ്യാസിന്റെ ഒരു പ്രോബ്ലേ ഇല്ല. അതായത് നമുക്കൊരു വയറ് എന്തെങ്കിലും കഴിച്ചാലൊക്കെ ഇങ്ങനെ ബുമ്മെന്ന് വെച്ച് നിൽക്കില്ലേ, ആ സംഭവം ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഭക്ഷണ ക്രമീകരണം കുറെ നന്നായി, അതിന്റെ വ്യത്യാസമുണ്ട്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാല് പോവാൻ മീൻസ് നമ്മളവിടെ ചെന്ന് നമുക്ക് പറ്റണ വർക്കൗട്ടുകൾ, അതായത് നമ്മൾക്ക് പറ്റണ രീതിയിൽ വെയിറ്റും കാര്യങ്ങളൊക്കെ, കുറെ വെയിറ്റ് എടുക്കണം എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. പക്ഷെ നമുക്ക് പതുക്കെ ഗ്രാജുവലി നമ്മൾ വെയിറ്റ് കൂട്ടിയാൽ മതി. അത് പക്ഷെ വർക്കൗട്ട് ചെയ്യണം എന്നും. അപ്പൊ ഞാൻ ഡെഡ് ലിഫ്റ്റ് കോച്ച് 2 തവണ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് കോച്ചില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യണത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കോച്ചിന് സെപ്പറേറ്റ് ഞാൻ അയച്ചു കൊടുത്തു. ഞാൻ ചെയ്ത് ശരിയാണോ, എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ 2 തവണ ആകെ ചെയ്തിട്ടുള്ളൂ, അപ്പൊ അത് ഓക്കെ ആണോ എന്നുള്ളത്. നമുക്ക് തുടക്കക്കാരല്ലേ, അത് പതുക്കെ പഠിക്കുള്ളൂ. അപ്പൊ കോച്ച് പറഞ്ഞു കുറച്ച് പൊസിഷൻസ് ഒക്കെ ശരിയാക്കാണ്ട് ബാക്കി കുഴപ്പമില്ല, നമുക്ക് ഇനിയും ചെയ്യുമ്പോൾ അത് ശരിയാവും കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ കോച്ച് ഉണ്ടെങ്കിൽ കറക്റ്റ് പറഞ്ഞു തന്നെ കേട്ടോ. അപ്പോ അങ്ങനെ. അപ്പോ പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഞാൻ ഇപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മള് പരമാവധി പോവാൻ നോക്ക. പറ്റണവരില്ലാത്തവര് വീട്ടിൽ തന്നെ നമ്മൾ അടുക്കളപ്പണി ചെയ്യേണ്ടി നടക്കണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജസ്റ്റ് സെപ്പറേറ്റ് ഒരു 3/4 മണിക്കൂറെങ്കിലും വർക്കൗട്ട് ചെയ്യുക വീട്ടിലാണെങ്കിലും. അത് മസ്റ്റാണ്. നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ. അത് ഒരുപാട് നല്ലതാണ്. അങ്ങനെ എന്റെ വർക്കൗട്ടുകളൊക്കെ കഴിഞ്ഞു. നല്ലൊരു സ്ട്രെച്ചിങ് കഴിഞ്ഞത് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അമ്മൂനെ കൊണ്ടുവന്നാക്കാനായിട്ട് സ്റ്റോപ്പിലേക്ക് വന്നപ്പോ തിരിച്ചു പോയി പോകുമ്പോ എന്നെയും കൂടി എടുത്തിട്ടാ പോയേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീട്ടിൽ പോവാം. നമ്മുടെ പാറക്കുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് പപ്പടം, ഞങ്ങളിവിടെ പപ്പടം ഉപയോഗിക്കലില്ല, പക്ഷെ പാറക്കുട്ടിക്ക് ഇഷ്ടമുള്ള കാരണം ഞാൻ കുറച്ച് 2-3 മാത്രം വറക്കും അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മളിങ്ങനെ കീറിയിട്ട് പപ്പടം വറക്കും. ചെല്ല അച്ഛൻ്റെ വിളിക്കണം. പാറതെ പല്ലേക്കണോ, ഇത് പാറ നേരം വൈകി എണീറ്റത്, അല്ലെങ്കിൽ നേരത്തെ എണീക്കാറുണ്ട്. പാർട്ടിക്ക് അല്ലെങ്കിൽ നേരത്തെ എണീക്കും. ഇന്നിപ്പോ നേരം വൈകി ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ കാരണം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് പോയത്. പാറ് കഴിക്കട്ടാ, അവിടെ മേശയമ വെച്ചിട്ടുണ്ട് ദോശ, അപ്പൊ കഴിക്കും. ഞാൻ കഴിക്കൂ, ദോശ കഴിക്കൂ. ഞാൻ പാറക്കുട്ടിക്ക് പപ്പടം വറക്കുന്നുണ്ട്. അമ്മുക്കുട്ടി പോയിട്ടാ, കുട്ടി പോയി. അമ്മുക്കുട്ടീനെ പോണതെനിക്ക് കാണാൻ പറ്റാറില്ല, ഞാൻ പിന്നെ അച്ഛനെ ഇവിടെ ഉള്ള കാരണം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു നോക്കി വിടും. ഒക്കെ ഇവിടെ ആക്കി വെച്ചിട്ട് ഞാൻ പോവാ. അവൾക്ക് ജസ്റ്റ് അവളുടെ ബാഗിലേക്ക് ആക്കി എടുത്തു വയ്ക്കണം. പാറക്കുട്ടിയുടെ പപ്പടം ഉണ്ടെങ്കിൽ ചോറ് കൂടും. അത് കാരണം കൊടുത്തയക്കുന്നത്. ഞാൻ അങ്ങനെ പപ്പടത്തിന്റെ ആളല്ല. ഞങ്ങൾ തീരെ വീട്ടിൽ വറുക്കലില്ല. പിന്നെ പപ്പടം, വെളിച്ചെണ്ണ പ്ലസ് ഉപ്പ്, ഇത് രണ്ടായതുകൊണ്ട് ഞങ്ങൾ തീരെ ഉപയോഗിക്കലില്ല. പിന്നെ പാറക്കുട്ടി അവള് കുഞ്ഞല്ലേ, അവൾക്ക് പച്ചട എന്തെങ്കിലും കൊടുക്കണ്ടേന്ന് വിചാരിച്ചാൽ അവളുടെ സ്കൂളിൽ നോൺവെജ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല, മുട്ട പോലും കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അതൊന്നും പറ്റില്ല കൊടുത്തയക്കാൻ. അപ്പൊ പപ്പടം. അപ്പൊ ഞാൻ എന്റെ വേ പ്രോട്ടീൻ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ടാണ് ഷേക്ക് ചെയ്ത് കുടിക്കാൻ. പിന്നെ എന്റെ വേ പ്രോട്ടീന്റെ ഫ്ലേവർ മാറ്റിയിട്ടാണ് ഞാൻ ഭയങ്കര സന്തോഷത്തിൽ. അപ്പൊ എന്റെ പ്രോട്ടീൻ പൗഡറിന്റെ ഫ്ലേവർ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഫ്ലേവർ ഒരു ഫ്രൂട്ടി, അതുപോലെ തന്നെ ചെറിയ കഞ്ചി ബോൾസ് ഒക്കെ ഉണ്ടായിരുന്നില്ല, അതായിരുന്നു. ഇപ്രാവശ്യം അറേബ്യൻ കോഫി, അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. കോഫി ഇഷ്ടമായതുകൊണ്ട് ആ ഫ്ലേവർ. അപ്പൊ അതുകൊണ്ട് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ സെയിം ഒരു ഫ്രൂട്ടി കേക്കിന്റെ ഒക്കെ ടേസ്റ്റ് മാറ്റായിരുന്നു. പിന്നെ ഇതുമായിരുന്നു. അപ്പൊ ഞാൻ അറേബ്യൻ, ചേട്ടന്റെ ഇതാണ് സാഫ്രോൺ ടേസ്റ്റ്, ആൾക്ക് അങ്ങനത്തെ താല്പര്യം. അതുകൊണ്ട് തന്നെ ആളുടെ സാഫ്രോൺ ആണ് ആളുടെ ഫ്ലേവർ. ശരിക്കും ഇത് കാപ്പി കുടിക്കണ ഒരു ടെൻഡൻസി ഉള്ള കൂടുതലായതുകൊണ്ട് ശരിക്കും ആ കാപ്പി കുടിക്കണ മാതിരി തോന്നും. പിന്നെ എനിക്ക് കുറച്ച് എഡിറ്റിംഗ് ഉണ്ട്, അതുപോലെ ഷൂട്ടിംഗ് ഇല്ലേ, വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ ഇന്നലെ ഞാൻ കുറച്ചധികം വീഡിയോ എടുത്ത് വെച്ചു. ഇന്നിപ്പോ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണോണ്ട് തന്നെ. പിന്നെ എനിക്ക് നല്ല മാറ്റം വന്നിട്ടില്ലേ, എനിക്കത് തോന്നുന്നുട്ടാ, നല്ല മാറ്റം. അതായത് ഇപ്പൊ വീഡിയോയിൽ എന്നെ കാണുമ്പോഴേ, നമ്മുടെ സാധാരണ നോർമൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫേസ് ഇങ്ങനെ ഭയങ്കര തടിച്ചില്ലെങ്കിലും വീഡിയോയിൽ ഇങ്ങനെ ഫേസ് ഇങ്ങനെ പരന്നിരിക്കും നിങ്ങൾ കാണുമ്പോൾ. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഭയങ്കരമായി ചബ്ബി അല്ലെങ്കിൽ നല്ല മത്തങ്ങി മുഖമാണ്. പക്ഷെ ഇപ്പൊ കറക്റ്റായിട്ട് നിങ്ങൾ കാണുന്നേക്കാൾ സ്ലിമാണ് എന്റെ മുഖം. ക്യാമറയിൽ ഇപ്പൊ മിക്കവരുടെ ഫേസും അങ്ങനെയാണ്, ഒന്നുകൂടി പരന്നിരിക്കും. പക്ഷെ ഇതിൽ തന്നെ അത്യാവശ്യം സ്ലിം ആയ പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് അതിനേക്കാൾ സ്ലിമാണ് ഇപ്പൊ നേരിട്ട് കാണുമ്പോൾ. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. 11 മഴ ദിവസമാണോ എന്ന് വെച്ചാല്, മഴ ദിവസം
ആണ് കാലത്തൊക്കെ ചാറലുണ്ടായിരുന്നു. പക്ഷെ അല്ലേന്ന് വെച്ചല്ല, കാരണം അത്ര ശക്തമായ മഴയില്ല. അപ്പൊ അത് കാരണം ഇനി പാറു പോണ സമയത്ത് മഴ ഉണ്ടോന്ന് അറിയില്ല. പാറുവിന് ഇപ്പൊ തുടങ്ങിയിട്ട് കാലത്ത് മഴക്കാലമായതുകൊണ്ട് തലയൊക്കെ കുളിക്കണം ചെറിയ ഇളം ചൂടുവെള്ളത്തിൽ, അതായത് ഭയങ്കര വെള്ളം ചൂടാക്കുന്നിട്ട് നല്ലോണം പച്ചവെള്ളം ചേർത്തിട്ടൊരു ചൂടില്ല ചൂടുണ്ട് ആ ഒരു ലെവലിലാക്കിയിട്ട് കുളിപ്പിക്കും. ഇന്ന് വെനസ്ഡേ ആയതുകൊണ്ട് പാറുവിന് കളർ ഡ്രസ്സാണ്, അതുകൊണ്ട് തന്നെ യൂണിഫോം ഇല്ല. അപ്പൊ അങ്ങനെ ഇന്നലെ തൊട്ടിട്ട് പാറു യൂണിഫോം ഇടാൻ തുടങ്ങിയത്. കാരണം പാറുവിന് യൂണിഫോം 1 മാസമായിട്ട് തയ്ക്കാൻ കൊടുത്തിട്ട് ഭയങ്കര തിരക്ക്. പിന്നെ ഇവർക്കൊരു കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു 1 മാസം വരെ കുഴപ്പമില്ല കളർ ഇടാമെന്ന്. അപ്പൊ ഇന്ന് തൊട്ടിട്ട് അതിന് 1-ാം തീയതിയാണ് തോന്നുന്നു, ജൂലൈ 1. അപ്പോ നാളെ തുടങ്ങിയിട്ട് എന്തായാലും നിർബന്ധമാണ് കളർ യൂണിഫോം. അപ്പൊ അത് കാരണം ഇന്നലെ കിട്ടിയപ്പോ ഇന്നലെ തന്നെ കിട്ടി, ഇന്ന് കളറാണ്. അപ്പൊ നമ്മുടെ പാറക്കുട്ടിയുടെ ചോറും പാത്രവും ലഞ്ച് ബോക്സും ടിഫിനും എല്ലാം നമ്മുടെ സ്നാക്ക് ബോക്സ് ഒക്കെ കേട്ടോ. നമുക്ക് തൈരില്ലേ, തൈര് കേർഡ് റൈസ്, അതിങ്ങനെ കടുകൊന്നും പൊട്ടിച്ചിട്ടില്ല, ജസ്റ്റ് കേർഡ് റൈസ്, അതുപോലെ പപ്പടം. പിന്നെ ഞാൻ ഓൾറെഡി ഇത് അടച്ചിട്ട് പിന്നെയാണ് ഓർത്തേട്ടോ, അതാണ് ഞാൻ പപ്പടത്തിന്റെ അംശം പാത്രത്തിന് മുടിയിൽ കാണാൻ വീണ്ടും തുറന്നു വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം, മറന്നുപോയി കാണിച്ചു തരാൻ. പിന്നെ ഈ ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ് പച്ചയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ. അപ്പൊ അതിങ്ങനെ നന്നായി വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ കൊടുക്കുന്നത്. നമ്മുടെ സ്മൂത്തി ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോ ഉണ്ടാക്കണില്ല, ഞാനിപ്പോ തന്നെയല്ല നമ്മുടെ വേ പ്രോട്ടീൻ കുടിച്ചത് കൊണ്ട് തന്നെ പാർക്കുട്ടി പോയിട്ടാണ് ഞാൻ കഴിക്കാറ് കേട്ടോ. അപ്പൊ ഇതാണ് ഇത് നോക്കണ്ട, ഞങ്ങളുടെ പ്രോട്ടീന്റെ ഇത് കഴിഞ്ഞപ്പോ ഞങ്ങൾ അതിന്റെ ഉള്ളിൽ നമ്മുടെ സ്മൂത്തി പൗഡർ ഇട്ട് വെച്ചിട്ട് ഇത് ഒട്ടിച്ചിട്ടുള്ളത് ഇവിടത്തെ സ്റ്റിക്കർ പറിച്ചെടുത്തപ്പോ ഇങ്ങനെ ആകെ ഒട്ടുന്നു. അപ്പൊ അതൊന്ന് കൈമ പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് വെള്ള പേപ്പർ വെച്ച് ഒട്ടിച്ചത്. അപ്പൊ ഇതാട്ടോ നമ്മുടെ സ്മൂത്തി. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വീട്ടിലേക്ക് എടുത്തുകൊണ്ടെന്നിട്ടുള്ളതാണ് നമ്മുടെ ഷോപ്പിൽ നിന്ന്, നമ്മുടെ നിലാസത്തിന്റെ സ്മൂത്തിയാണ്. ഇത് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് വലിയ ടിന്നിലാക്കി വെച്ചിട്ടുള്ളതാട്ടോ. അപ്പോ നിങ്ങൾക്ക് ഈ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് തന്നെ കണ്ടില്ലേ, ഞാൻ സ്ഥിരമായിട്ട് ഇതാണ് കുടിക്കുന്നത്. മോർണിംഗില് ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്, ഇത് മാറ്റാറില്ല. കാരണം ഇത് നമ്മുടെ സ്കിന്നിന്, ഹെയറിന്, പിന്നെ നമ്മുടെ വെയിറ്റ് മാനേജ് ചെയ്യാനായിട്ട്, നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യണവർക്ക്, വെയിറ്റ് ലോസ് ചെയ്യാത്തവർക്ക് എല്ലാവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. അതായത് ഇതില് ആവശ്യമില്ലാതെ വാരി വലിച്ച് കുറെ ഇൻഗ്രീഡിയൻസുകൾ ചേർത്തിട്ടില്ല. നമ്മുടെ സ്കിന്നിന്, നമ്മുടെ ഹെയറിന്, ബോഡിക്ക് ആവശ്യമുള്ള ഘടകങ്ങൾ, അതായത് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇതുകൊണ്ട് നമുക്ക് മുടി കൊഴിച്ചിലിനും അതുപോലെ സ്കിന്നിന് നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനും ഒക്കെ ഇതിന് നമ്മുടെ ഒമേഗയും, നമ്മുടെ ഫ്ലാക്സ് സീഡ്, ബദാം, പംകിൻ സീഡ്, അങ്ങനെയുള്ള എല്ലാവിധ ഐറ്റംസും ഉണ്ട്. പിന്നെ റോൾഡ് ഓട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ, പിന്നെ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങനെ ഭയങ്കര മധുരമായിട്ട് ഇരിക്കുന്ന ഫ്രൂട്ട്സുകളല്ല. നമ്മുടെ പൊമോഗ്രാനേറ്റ്, അതുപോലെ തന്നെ അവക്കാഡോ, അങ്ങനെയുള്ള നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സുകളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഷുഗർ ലെവൽ പെട്ടെന്ന് അങ്ങനെ സ്പൈക്ക് ചെയ്ത് ഭയങ്കര ഹൈ ആക്കി കൊണ്ടുവരുന്നതല്ല. അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വാട്സപ്പ് നമ്പർ ഉണ്ട്, എന്താ പറയാ, വാട്സപ്പ് ചെയ്താൽ മതി. ജസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നതായിരുന്നു നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട്. ഞങ്ങളിത് ഇങ്ങനെ ഒരു എന്താ പറയാ വലിയൊരു ടിന്നിലാക്കിയിട്ട് അതുപോലെ ഒരു നമ്മുടെ വേ പ്രോട്ടീൻ്റെ ഒരു സ്പൂൺ ഉണ്ട്, അതിലിട്ടുണ്ട്. ഈ ഒരു സ്കൂപ്പാണ് എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് നോർമൽ സ്പൂണ് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ പിന്നെ എക്സ്ട്രാ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് പ്രോട്ടീനും കാര്യങ്ങളും കിട്ടിയില്ലെങ്കിൽ അത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമാണ് ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ കഴിക്കും അത്യാവശ്യം. അപ്പൊ കഴിച്ചുകൊണ്ട് വേണം നമ്മൾ വണ്ണം കുറയ്ക്കാൻ. പശുവിനെ കിടന്ന് ക്രാഷ് ഡയറ്റ് എടുത്ത് നാശാക്കരുത് നമ്മുടെ ബോഡിനും സ്കിന്നിനും. നമ്മുടെ ഈ ഒരു മിക്സ് ഇട്ടിട്ടുണ്ട്. ഇതിൽ കാണുന്നത് നമ്മുടെ വേ പ്രോട്ടീനും കൂടി ഉണ്ട് കേട്ടോ, ചേട്ടന്റെ വേ പ്രോട്ടീന്. നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് അടച്ച് മിക്സിയിലൊരു അടിടിക്കും, നമ്മുടെ സ്മൂത്തി റെഡി. അവിടെ നിന്ന് കാണില്ല കുഞ്ഞാണ്, ഇവിടെ ഇറങ്ങിക്കണം, ഇവിടെ നിൽക്കണം, ഇവിടെ അമ്മയുടെ ഇവിടെ നിൽക്കണം, എന്നാലും കാണും. വീഴല്ലേ, ഇറങ്ങിക്ക് എന്റെ ഉറുമ്പിന്റെ അങ്ങേറ്റം. സ്മൂത്തി എവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ കുടിക്കാം, പക്ഷെ ഇത് ചൂടുണ്ട്, അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇങ്ങനെ കുടിച്ച വായ്പളും അതിനെ നമുക്ക് തുറന്നു വെക്കാം. പിന്നെ മുട്ട, ഇതില് മുട്ട എനിക്കും ചേട്ടനുള്ള മുട്ടയാട്ടോ. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ സ്മൂത്തിയുടെ ഡീറ്റെയിൽസ് അവിടെ വാട്സപ്പ് നമ്പർ ഉണ്ട് കേട്ടോ, വാട്സപ്പ് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ പാറക്കുട്ടിക്ക് ഇന്ന് വെനസ്ഡേ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ മാതിരി കളർ ഡ്രസ്സ്. അപ്പൊ അവൾക്ക് ഇതേ അവളുടെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് ഇന്ന് 2 കൊമ്പ് കെട്ടണം എന്തോ ഭയങ്കര ആഗ്രഹം. ശരിക്കും ഉണങ്ങിയിട്ടില്ല മുടി, പക്ഷെ കൊമ്പ് കെട്ടണം വാശി പിടിച്ച് എന്ത് ചെയ്യാ. അപ്പൊ ഞാൻ ഓർത്തു എന്താ പിന്നെ കെട്ടാം എന്നോർത്തൊരു കെട്ടിക്കൊടുത്തു. അപ്പൊ അവള് പോണേ മുന്നേ എനിക്ക് കുറച്ച് വേറെ എഡിറ്റിംഗ് പണി കുറച്ചുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പണിയോള് അടിച്ചു വാരലൊക്കെ നേരത്തെ തീർത്തിടാന്ന് വെച്ചിട്ട് അടിച്ചൊക്കെ വാരാട്ടോ.
അവളാണെങ്കിൽ ഓരോ സൈഡ് ഞാൻ അടിക്കുമ്പോ ഓരോ സൈഡിൽ നിന്ന് ഓരോന്ന് ഞാനൊരു രണ്ട് പാത്രമല്ല 2 ചാക്ക് കളിപ്പാട്ടുണ്ടെന്ന് എടുത്തിട്ട് മുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അതൊരു ചേട്ടനെ ഒക്കെ റെഡിയാക്കാൻ കൊണ്ടുപോയേക്കാ, റെഡിയാക്കിട്ട് കൊണ്ടുവിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിച്ചിട്ട് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് മുകളിൽ. ഇവിടെ സ്ഥലമില്ല. ഒന്നാമത്തത് ആള് ഈ സ്കൂളിൽ വരുന്ന സമയത്ത് ഇത്തിരി നേരം കളിക്കണുള്ളൂ, അപ്പൊ കുറച്ച് മതിയല്ലോ. ഇത് മുഴുവൻ വേണ്ടല്ലോ, അല്ലെങ്കിൽ മുഴുവാണെങ്കിൽ ഇത് മുഴുവൻ വലിച്ചിട്ടിട്ട് ഞാനിക്കാണെങ്കിൽ പണി ഇത് എടുത്ത് വെക്കില്ലേ. കുറെ കാളിന് എടുത്ത് വെക്കും, അതൊക്കെ മുഴുവൻ വെച്ചേക്കാം. അങ്ങനെ ഞാൻ പാറക്കുട്ടി പോയിട്ട് അപ്പൊ ചേട്ടന് ഞാൻ വഴിക്ക് ചേട്ടന് വർക്കിനും പോവാ. അപ്പൊ ആള് പറഞ്ഞു ഞാൻ കൊണ്ടാക്കിട്ട് അങ്ങനെ പോവാട്ടാന്ന് പറഞ്ഞിട്ട് ആള് പണികളൊക്കെ തീർന്നു, രാവിലത്തെ തിരക്കൊക്കെ തീർന്നു. ഏതൊരു കിളി ഇരുന്ന് കുക്കിന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ തലയിൽ ഇന്നിപ്പോ ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ മുകളിലേക്ക് നമ്മുടെ ഷൂട്ടിങ്ങിന്റെ അവിടേക്ക് പോണില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റുഡിയോയിലേക്ക്, അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് എണ്ണ തേച്ച് ഇങ്ങനെ സമാധാനം കുളിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതേ തല ഇങ്ങനെ നനഞ്ഞിട്ട് ഇപ്പൊ നനവൊക്കെ പോയിട്ടോ. ഞാൻ ഒന്ന് വിടർത്തിയിട്ടിട്ട് ഒന്ന് അഴച്ച് ഇങ്ങനെ അമ്മകെട്ട് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പോണിട്ടേല് ഇട്ടിട്ടല്ലേ പോണേ. അപ്പൊ അതിന്റെ ഇവിടെ കടക്കിലൊക്കെ നനഞ്ഞിട്ടാ ഇരിക്കുക. അപ്പൊ അതൊന്നും വിടർത്തിയിട്ടിട്ട് അമ്മകെട്ട് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ചെറിയൊരു നനവ് പോലെ ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു നനവ് ഇട്ടിട്ട് എണ്ണ തേക്കുന്നത് നല്ലത്. അപ്പൊ നമ്മുടെ നിലാസർപ്സിന്റെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഓയിൽ ആട്ടോ. അപ്പൊ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യാ. നല്ല മഴക്കാരാണ് ഇവിടെ, അതുകൊണ്ട് തന്നെ ആകെ ഒരു ഡള്ളായിട്ടിരിക്കണം കേട്ടോ, ലൈറ്റ് ഒന്നും ഇല്ല. നമുക്ക് ആദ്യം വിറയിൽ കുറച്ചെടുത്തിട്ട് പരത്താം. എന്നിട്ട് എല്ലാവിടെ ഒന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കാം കേട്ടോ. കുളി കഴിഞ്ഞാൽ തന്നെ പകുതി ഒരു സുഖം കിട്ടും. ഇനി തുണിയോളം അലക്കാട്ടുണ്ട്, അത് കഴിയുമ്പോ എടുത്ത് വിരിച്ചിടണം. മിറ്റടിക്കാൻ പറ്റില്ല, ആകെ നനഞ്ച് ചളിപിളിയായിട്ട് കിടക്കണേ, ഒന്നും പോരില്ല അടിച്ചാല്. അപ്പൊ പിന്നെ ഉണങ്ങുന്നത് ഇപ്പൊ ഞാൻ ഉച്ചക്കാണെങ്കിൽ അടിക്കിട്ട് പോയിട്ട് ഇങ്ങനെ സമയം നോക്കുന്നില്ല. ഇപ്പൊ വൈകുന്നേരം അല്ലെങ്കിൽ കാലത്ത് മാത്രമൊന്നുമല്ല, അതിപ്പോ എല്ലാരും അങ്ങനെ തന്നെയാണ് തോന്നുന്നു. എപ്പോഴും ഉണങ്ങി കിടക്കണ വെയിൽ കാണണം, അപ്പൊ പോയിട്ട് അടിച്ചു വരും. ചിലപ്പോ നട്ടപ്പുറം വെയിലത്തേക്ക് പോകും, ചിലപ്പോ നല്ലത് കേൾക്കുമ്പോ അടിച്ചു വരാൻ ഭ്രാന്തിട്ടോ വിചാരിക്കുന്നു. 2 മണിക്ക് 3 മണിക്കൊക്കെയോ ചിലപ്പോ ഞാനിരുന്ന് മിറ്റടിച്ചു വരും, നല്ല വെയിലായിട്ട്. പക്ഷെ ആ സമയം അടിച്ചില്ലെങ്കിൽ പിന്നെ ചിലപ്പോ ഉച്ചരിഞ്ഞിട്ട് മഴയാവും, അപ്പൊ പിന്നെ അടിക്കാൻ പറ്റില്ല. ആകെ ചവറെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടത്തെ അല്ല, അപ്പുറത്തെ പറമ്പിലത്തെ ചവറയ്ക്ക് നമ്മുടെ ഇവിടെ കിടക്കണേ, എന്നാലും നമ്മുടെ മിറ്റത്തല്ലേ കിടക്കണേ. അത് ഞാൻ നന്നായിട്ടൊന്ന് പറ്റി മസാജ് ചെയ്ത്, ഞാൻ മെയിനായിട്ട് തല ഇങ്ങനെ കുനിച്ചിട്ടിട്ട് രക്തോട്ടം നന്നായിട്ട് ഇങ്ങനെ വർദ്ധിക്കും. ഇങ്ങനെ കുഞ്ഞൊക്കെ ഒന്ന് ചെയ്യുമ്പോ പിന്നെ വീഡിയോയിൽ അധികം കാണിക്കാറില്ല കേട്ടോ, കാരണം സമയം ഇങ്ങനെ ഞാൻ എന്തോരം ചെയ്യണതൊക്കെ അതിൽ കാണിക്കണ്ടേ, സമയം പോവാണ്, നിങ്ങൾക്ക് ബോറടിക്കും. കുറച്ച് കാണിച്ചിട്ട് പിന്നെ കെട്ടി വയ്ക്കുന്ന കാണിക്കാം. നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. മുടി വളരാൻ ഞാൻ ഇവിടെ റിവ്യൂ വയ്ക്കാട്ടാ. ഞാൻ കഴിഞ്ഞ ദിവസം എന്താ പറയാ വീഡിയോ കാണിച്ചപ്പോ ഹെയർ ഫോള് നല്ല രീതിക്ക് മാറുന്നൊരു സന്തോഷമാണ് കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് അറിയാം, എസ്പെഷ്യലി നമുക്ക് അമ്മമാർക്കൊക്കെ ഈ മുടി കൊഴിച്ചില് വന്നു തുടങ്ങി ഡെലിവറി കഴിഞ്ഞിട്ടൊക്കെ നമ്മുടെ ഉള്ള മുടി പോയി കഴിഞ്ഞാല് കുറെ വളരണം, അല്ലെങ്കിൽ ആർത്ത് പിടിച്ച് വരണമെന്നില്ലെങ്കിൽ ഉള്ള മുടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാന്നുള്ളത് നമുക്കൊരു സന്തോഷം തന്നെ കാര്യമില്ല. അതും കൂടി ഇല്ലാണ്ടൊക്കെ പോയി കഴിഞ്ഞ് വിഷമിക്കുന്ന പറയുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വരുന്ന കേൾക്കുമ്പോ തന്നെ അത് നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ട് മാറ്റം വരുന്ന സന്തോഷമല്ലേ അത് നമുക്ക്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനത്തെ ഓരോ റിവ്യൂ, നിങ്ങളുടെ ഓരോ കമന്റ്, അതൊക്കെ എനിക്ക് നല്ലൊരു ഓരോ ദിവസം നല്ല എനർജറ്റിക് ആയിട്ടിരിക്കാനൊക്കെ തോന്നും അതൊക്കെ വായിക്കുമ്പോ. പിന്നെ മോശമായിട്ട് തന്നെ എടുക്കാനായിട്ടുള്ള ആ ഇതൊക്കെ വന്നു കേട്ടാ. പണ്ടൊക്കെ ആയിരുന്നു അയ്യോ വിഷമിക്കില്ല, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ആരെല്ലാം വരുമ്പോ ആവട്ടെ വിളിച്ച് അത്രയും അങ്ങനെ വിടും. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ വേഗം വീട്ടിലെണ്ണ നന്നായിട്ടൊന്ന് ഇങ്ങനെ കുളിച്ചിട്ടോ, നന്നായിട്ട് ഞാൻ മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിക്കാനേ. ഡ്രസ്സ് മാറിയിട്ടാ കുളിച്ചിട്ടല്ല, ഞാനൊരു ഷോർട്സ് എടുത്തു. ഞാൻ എന്തായാലും വീഡിയോ അതായത് ഫേസ് പാക്ക് ഇടുന്നുണ്ട്, അപ്പൊ ഞാൻ വിചാരിച്ചത് അതൊരു ഷോർട്ടായിട്ട് ചെയ്യാന്ന്. അപ്പൊ ഫേസ് പാക്ക് ഉണങ്ങാൻ വേണ്ടി നിൽക്കാം. അപ്പൊ ഞാൻ എപ്പോഴും ഞാൻ ഈ വീട്ടിലിടുന്ന ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ടീഷർട്ട് മാറിയിട്ടാണ് ആ വീഡിയോ എടുത്തേട്ടോ. അതാണ് വേറെ ടീഷർട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് കേട്ടോ. ഞാൻ ഷോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എന്തായാലും എനിക്ക് വേണ്ടിട്ട് ഫേസ് പാക്ക് ഇടാറുണ്ട് വീക്കിലി വൺസ് ഓർ ട്വൈസ് ഒക്കെ. അപ്പൊ അത് ഇപ്പൊ ഞാൻ കാണിക്കണില്ല, അത് കാണിക്കുന്നത് ഭയങ്കര പ്രശ്നമാണെന്നൊക്കെയല്ല എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവുന്നത്. ഇപ്പൊ എല്ലാവർക്കും കുറെ കാര്യങ്ങളൊക്കെ കുറെയൊക്കെ ബോധ്യം വന്നിട്ടുണ്ടാവും കാര്യങ്ങളൊക്കെ. പക്ഷെ അത് വേണ്ട, ഞാനെന്തായാലും എനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. പിന്നെ പറ്റുമ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ ഇടയ്ക്കൊക്കെ ചെയ്യണമെന്ന് മാത്രം, ഷോർട്സ് ഒക്കെ ആയിട്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ റിയാലിറ്റി മനസ്സിലാക്കും ആളുകളെന്ന് വിചാരിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് അപ്പൊ ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോ നമ്മുടെ നിലാസത്തിന്റെ നമ്മുടെ ബേബി പിങ്ക് നമ്മുടെ പിങ്ക് ലിബാമില് വന്നിട്ടുണ്ട് കേട്ടോ.
നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ ഇതിപ്പോ കുറച്ച് കട്ടിക്കിട്ടുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും കളർ. ലൈറ്റ് ബേബി പിങ്ക് ആണ്, നല്ല പിങ്ക് ബേബി പിങ്ക് കണ്ടിട്ടില്ലേ, ബേബിയുടെ ലിപ്സ് ഒക്കെ ലിപ്സ് മാതിരിയുള്ള കളറ്. നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ ലിപ്സ്റ്റിക് ഇഷ്ടമില്ലാത്തവർക്കും ജസ്റ്റ് പുറത്തേക്കുമ്പോഴൊക്കെ നല്ലതാണ്. എന്തായാലും നമ്മൾ ഇറക്കും, ഇപ്പൊ ഇറങ്ങും കുറച്ച് ദിവസം കൊണ്ട് ഉള്ളിൽ ഇറങ്ങും കേട്ടോ. അപ്പൊ കുറച്ച് 2-3-4 കളർ ഉണ്ടാവും അത്. അപ്പൊ ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ. എന്നിട്ട് ഞാൻ പിന്നെ കുളിച്ചു. അപ്പൊ കുളി കഴിഞ്ഞു. എന്റെ സ്കിൻ കെയർ ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞ നിരാസർപ്സിന്റെ നമ്മുടെ പുതിയ ബേബി പിങ്ക് ടിൻറ്റഡ് ലിപ് ബാം ആട്ടോ. ഇത് ഇറങ്ങിയിട്ടില്ല ഞാൻ, പക്ഷെ എന്താ പറയാ സാമ്പിള് നമുക്ക് എന്തായാലും നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അതിങ്ങനെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ലതാ. അപ്പൊ ഞാൻ കാണിച്ചു ഇട്ടിട്ട് നിങ്ങൾക്ക് അറിയണതല്ലേ. ഞാൻ ആദ്യം ടോണർ നിലാസർപ്സിന്റെ അടിക്കും, അതിനുശേഷം വിറ്റമിൻ സി സെറം, അതിനുശേഷം മോയ്സ്ചറൈസർ പ്ലസ് സൺസ്ക്രീൻ ഇതിടും. ഇത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ടിൻറ്റഡ് ലിപ് ബാം വരുമ്പോ കാണിച്ചത്. എന്ന് ഞാൻ കാണിക്കുന്നത് ഏതായാലും ഇപ്പൊ കാണിക്കുന്നില്ല. അത് അടിച്ച് സെറ്റ് ആവാൻ വേണ്ടി വെച്ചേക്കാം. വെള്ളം കുടിക്കണം കേട്ടോ. ഇന്നിപ്പോ ഇവിടെ 2 കരിക്കിരിക്കുണ്ടായിരുന്നു. അപ്പൊ അതിന് വെട്ടിക്കണം ചേട്ടനെ കൊണ്ട്. ഞാൻ വെട്ടി ചിലപ്പോ കൈ അവിടെ ഇരിക്കും മുറിഞ്ഞ്. അതുകൊണ്ട് തന്നെ ചേട്ടൻ വരുമ്പോ ഒന്ന് വെട്ടിക്കണം. ചേട്ടൻ ഇവിടെ ഇല്ല കേട്ടോ, വർക്കിന് പോയേക്കാം. അപ്പൊ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. പാറുള്ളപ്പോ പാറു ഞാനായിരുന്നു. ഇപ്പൊ പാറു സ്കൂളിൽ പോയതോടെ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കായി. ഇന്നിപ്പോ ശരിക്കും പറഞ്ഞാൽ എന്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം കേട്ടോ. ഇന്ന് പിന്നെ ഡേ ഇൻ മൈ ലൈഫ് എടുത്ത് ഞാൻ ഷൂട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ 2 മണി എന്തായാലും 1-2 മണിയാണ് ഞാൻ വരുമ്പോ. അപ്പൊ അന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കല് ശരിയാവില്ല. കാരണം പകുതി കാര്യങ്ങളൊന്നും ചെയ്യാനും കാണിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമ്പോ ഷൂട്ട് ഇല്ലാത്ത ദിവസം എടുക്കാം. പിന്നെ അതുപോലെ നിരാസപ്സിൽ പോയാലും കുറെ ഇവിടെ എത്തുമ്പോൾ 3:30 എന്തായാലും. അപ്പൊ അതും പിന്നെ നമുക്ക് കണ്ടന്റ് നമുക്ക് ഒന്നുമില്ല ഡേ ഇൻ മൈ ലൈഫിൽ കാണിക്കാൻ. പാറുവിനെ ഉടനൊക്കെ നേരെ നിലാസപ്സിൽ പോകും. പിന്നെ അവിടുന്ന് തിരിച്ചു വരുമ്പോ 3 മണിയാവും. അപ്പൊ ഒന്നുമില്ല പിന്നെ പ്രത്യേകിച്ച്. അത് കാരണം ഞാൻ അത് ഇല്ലാത്ത ദിവസങ്ങൾ തെരഞ്ഞെടുത്തിട്ട് ചെയ്യണം കേട്ടോ. പിന്നെ വിറ്റമിൻ സി സെറം ഞാൻ ഇങ്ങനെ ഒരു സർക്കിള്, അതായത് ഒരു സൈക്കിള് മാതിരിയാണ് ചെയ്യണത്. അതായത് വിറ്റമിൻ സി സെറം പ്ലസ് നമ്മുടെ വിറ്റമിൻ സെറം അതിനൊരു ദിവസങ്ങൾ വെച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ട് യൂസ് ചെയ്യുന്നത്. വിറ്റമിൻ സി സെറം അല്ല, പക്ഷെ മോർണിംഗിലാണ് ഞാൻ ഇത് 2 യൂസ് ചെയ്യാറ് കേട്ടോ. നൈറ്റ് മറ്റേ DAG ക്രീമും സെറാണ്, അത് മസ്റ്റ് ആയിട്ട് ചെയ്യും. സ്കിൻ കെയർ കഴിഞ്ഞു. അപ്പൊ നമുക്ക് 2 കളർ ഉണ്ട് കേട്ടോ. ഇത് 2 ഇനിയുണ്ട് കളറ്. ഇത് വന്നിട്ട് നമുക്ക് കുറച്ച് ഡീപ്പ് മെറൂണും കുറച്ച് പുറത്തേക്ക് പോകുമ്പോ ഇടാൻ പറ്റിയത് ഡീപ്പ് മെറൂണ്. ഇത് വന്നിട്ട് ബേബി പിങ്ക് കേട്ടോ. അപ്പൊ ഈ ബേബി പിങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോഴൊക്കെ പകലൊക്കെ ഇടാം. ഞാൻ രാത്രി നമ്മുടെ ഹെർബൽ ലിപ് ബാം ആയിട്ട് ഇടാം. നല്ല കട്ടിക്കിട്ട് കൊടുക്കും. ഇത് പിന്നെ കുറച്ച് തിക്നെസ് ഉണ്ട്. അതായത് നമുക്ക് ആ ടിൻ്റെ അവിടെ നിൽക്കാൻ വേണ്ടി കുറച്ച് തിക്കായിട്ടിട്ടാണ് ഞാൻ കാണിച്ചത്. ഞാൻ വളരെ ലൈറ്റ് ആയിട്ട് ഇടാട്ടത്. നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ട് ഇടുമ്പോ നമുക്ക് കണ്ട ബേബിയുള്ള പിങ്ക് ലിപ്സ്, ബേബിയുള്ള ലിപ്സ് മാതിരി ടിൻഡ് കുറച്ച് നേരം നീണ്ട് നിൽക്കൂട്ടോ നമുക്ക്. പിന്നെ നമ്മളൊരു നാച്ചുറൽ ടിൻഡാണ് യൂസ് ചെയ്യണത്, കെമിക്കൽ ടിൻഡ് അല്ല. ലൈറ്റ് ബേബി പിങ്ക് നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോഴും നമുക്കിപ്പോ ഒരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ട്, നമ്മുടെ വീട്ടിലൊക്കെ കുറെ ആൾക്കാർ വരും. പക്ഷെ നമുക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നിൽക്കുമ്പോൾ അതൊരു ഓവറായിട്ട് തോന്നിക്കുന്ന ഒരു ചെയ്തിട്ടാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ചുണ്ടിൽ ആ ഒരു നാച്ചുറൽ ബേബി കളർ ബേബി പിങ്കിന്റെ ഇട്ടപ്പോ തന്നെ കണ്ടോ നല്ല. ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ഡീപ്പാണ്. ഞാൻ ഇന്നാൾ ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ നമുക്ക് എല്ലാ സ്കിൻ ടോണും ചേരും, എസ്പെഷ്യലി നമുക്ക് ഡസ്കി സ്കിൻ ടോണൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ് കേട്ടോ വരിക. ഞാൻ പിടുന്നില്ല, കാരണം എനിക്കിപ്പോ അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ട കളർ. ഞാൻ പിടുന്നില്ല. മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഉണ്ടിട്ട് നമുക്ക് കളറുകൾ ഇതെല്ലാം ഇറങ്ങണേ ഉള്ളൂ. അപ്പൊ തുണികളൊക്കെ കൊടന്ന് തോരട്ടു കേട്ടാ. ഇനി ഫുഡ് കഴിക്കാനായിട്ട് ചേട്ടൻ വന്നിട്ട് കഴിക്കാന്ന് വിചാരിച്ചിട്ടേ ഇനി നമ്മള് മിറ്റടിക്കാം. ആകെ ചോറ കണ്ട. അപ്പോൾ മിറ്റടിക്കണം. ഇപ്പൊ സമയം 1:30 ഉച്ചക്ക്. കുഴപ്പമില്ല, മിറ്റടിച്ചിട്ട് വരാം. അപ്പഴേക്കും ചേട്ടൻ വരും ചോറിന്. മഴ ഇപ്പൊ പെയ്യില്ല എന്ന് ഓർത്തിട്ടാണ് ഞാൻ നിൽക്കണത്. എന്താന്ന് വെച്ചാല് പെട്ടെന്ന് അടിച്ചു വാരി ഇങ്ങോട്ട് പോരാം. കാരണം മഴ നല്ലോണം ഇങ്ങനെ കാറുപിടിച്ചിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നില്ല, നല്ലോണം കാറുപിടിച്ചിട്ടാണ് നിൽക്കണത്. അപ്പൊ ഞാൻ പെട്ടെന്ന് അടിച്ചു വാരി മുഴുവൻ ഗേറ്റിന്റെ അവിടെ എത്തുമ്പോഴേക്ക് തുള്ളി വീണു തുടങ്ങി. പക്ഷേ അടിച്ചില്ലെങ്കിലേ നമ്മുടെ ഇപ്പോഴത്തെ ഷവറും പിന്നെ ഷവറൊക്കെ കൂടി ഭയങ്കര ഒരു വഴുക്കലാണ്. ടൈൽസും ചവിട്ടുമ്പോഴേ, പ്രത്യേകിച്ച് പാറൊക്കെ നടക്കുന്നതല്ല. പിന്നെ നമ്മളാണെങ്കിലും ചടപടയെന്നാണ് ധൃതിക്ക് ഓരോ കാര്യങ്ങൾക്ക് പോവുക. എങ്ങാനും വീണ് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ലേ, വല്ലതും പറ്റി കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്നും ഉണ്ടാവണ്ടെന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഈ നട്ടപ്പാറ് വെയിലെന്ന് നട്ടുച്ചയ്ക്കൊക്കെ ഇരുന്ന് അടിച്ചു വരുന്നത്. അങ്ങനെ അപ്പൊ ഞാൻ അടിച്ചു വാരിയിട്ട് ചെറിയ തുള്ളിയൊക്കെ വീണു. എന്നാലും വലിയ ശക്തമായിട്ട് മഴയൊന്നും പെയ്തില്ല കേട്ടോ. അടിച്ചു വന്നപ്പോഴേക്കും ഞാനാകെ വേർത്ത് പട്ടിയായി. നോക്ക്, ഇനി നേരെ ഫുഡ് കഴിക്കാം. അങ്ങനെ ഇതാണ് ഇന്ന് എന്റെ ഫുഡ്. ഒരു പിടുത്തം, അതായത് ഒരു കയ്യില് ബ്രൗൺ റൈസ്, മുട്ട, പേരക്ക, തക്കാളി ചമ്മന്തി, ബീട്രൂട്ട്, പിന്നെ കുറച്ച് സാലഡ് കൂടി ഇട്ടുണ്ടായിരുന്നു. നമ്മുടെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട ഒരു സാലഡ്. പിന്നെ നമ്മുടെ എന്താ പറയാ ഈ സംഭവം, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ, ഞാവൽപ്പഴം. അതുകൊണ്ട് തന്നെ അതും ഉണ്ട്. അങ്ങനെ ഞാൻ കഴിക്കാട്ടോ.
പിന്നെ ഞാവൽപ്പഴം ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ചോറും കഴിഞ്ഞിട്ട് വേണം ഒരു പിടുത്തം പിടിക്കാൻ വിചാരിച്ചിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങള് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഈ സമയത്ത് നമ്മുടെ കുളു മണാലി ജൂലൈയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മള് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് അങ്ങനെ പോയപ്പോ ഞങ്ങൾ കുറേ കഴിച്ചിട്ടുണ്ടാവുന്നുണ്ട്. മുന്നേ അത് കഴിച്ചതിനൊരു കണക്കിലിരുന്നു. ഞങ്ങൾ കവറിലൊക്കെ വാങ്ങിച്ച് ഫുള്ള് കഴുകി കവറിലാക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കുലുക്കി വെച്ചിട്ട് ട്രെയിനിൽ പോയപ്പോ ഫുള്ള് കഴിക്കലായിരുന്നു ഞാവൽപ്പഴം. അവിടെ നിന്ന് കിട്ടിയത് ഭയങ്കര വലിപ്പമായിരുന്നു. ഡൽഹിയിൽ നിന്നൊക്കെ കിട്ടിയത്. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഞാവൽപ്പഴം. ഇങ്ങനെ ഉപ്പ് തിരുമ്മി കഴിക്കുന്നത്. കുറച്ച് ഉപ്പിടാറുള്ളൂ. അങ്ങനെ അപ്പൊ അതില് ഉപ്പിടുമ്പോ പ്രശ്നമില്ല. പപ്പടത്തിന് മാത്രം പ്രശ്നമുള്ളൂ. ചിലപ്പോ വിചാരിക്കുന്നുണ്ടാവട്ടെ ചിലര്. പക്ഷെ എനിക്കത് ഇഷ്ടമായത് കൊണ്ട് ഞാൻ ഇടാറുണ്ട്. ഉപ്പിലേക്കൊന്നും ഉപ്പിടാണ്ട് കഴിക്കുകയാണെന്ന് പറയാം. പക്ഷെ ഉപ്പിട്ടിട്ടാ കഴിക്കാം. അപ്പൊ അതേ ഊണ് കഴിഞ്ഞപ്പോഴുണ്ട് ചേട്ടൻ ഊണ് കഴിക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആളത് എനിക്ക് തുണികൾ മടക്കി തരും കേട്ടോ. ഞാൻ തുണി വരട്ടപ്പോഴേ അവിടെ കിടന്ന തുണി ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആള് തുണിയാണെങ്കിലും എന്തെങ്കിലും പച്ചക്കറി അരിയാണെങ്കിലും ആളൊപ്പം വരും അരിഞ്ഞു തരാനൊക്കെ. അങ്ങനത്തെ ഹെൽപ്പ് ഒക്കെ ചെയ്യും. ആൾക്ക് കുക്ക് ചെയ്യാനാണ് അറിയാത്തുള്ളൂ കേട്ടോ. പിന്നെ ദേ ഞാൻ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഇത് ചേട്ടനുള്ളതാട്ടോ. അവില് നനച്ചത്, പഴം, മുട്ട ചേട്ടന് പ്രീ വർക്കൗട്ട്. ആള് വർക്കൗട്ടിന് പോകുമ്പോഴേ. പിന്നെ വന്നിട്ട് ഇത് ഞാൻ കുറച്ച് നട്ട്സ് ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ നട്ട്സും കൂടി അത് അങ്ങനെ ഒരു പിടുത്തം. ഒരു 5 ബദാം, കുറച്ച് എന്താ പറയാ മറ്റുള്ള വിത്തുകളും ഒക്കെ ചേർന്നിട്ടുള്ളത്. അപ്പൊ അത് കഴിച്ചു. അങ്ങനെ അപ്പൊ പിന്നെ നമുക്ക് ചിക്കൻ സാലഡ് കഴിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഞാന്. അപ്പൊ 4 മണിക്ക് എന്റെ ഒരു പരിപാടി അതാണ്. അപ്പൊ ദേ പാറുക്കുട്ടി വന്നു. പാറുക്കുട്ടി സമയം ആരാന്ന്? ജിയമച്ചാൻ. ജിയമച്ചാൻ ആരാ? ജിയമച്ചാൻ ആരാന്ന് പറഞ്ഞേ? പേടമിഠായി കാണിച്ചു കൊടുക്കും. പേടമിഠായി കഴിക്കുമ്പോ പാറുക്കുട്ടിക്ക് നല്ല നെയ്ദോശ വേണമെന്ന് പറഞ്ഞിട്ട് ദോശ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ കൂടെ നമ്മുടെ ചിക്കൻ സാലഡ് ഇവിടെ ഇരുന്നത് കൂന്ന് വിസിലടിക്കുന്നുണ്ട്. ഒരു 3-4 വിസിലടിച്ചത് നിർത്തും. അതിന്റെ ഇടയിൽ ചേട്ടന ജിമ്മിന് പോകാറായിട്ട്. അപ്പൊ ആളിനെ ജിമ്മിന് പോകണം. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ നിങ്ങളൊന്നും ചേട്ടാ ആളിങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കുക. അപ്പൊ എന്നെ ചീത്ത പറയട്ടോ. ഞാൻ പറഞ്ഞു എല്ലാ ചേട്ടാ നിങ്ങൾ ഇറങ്ങിയിട്ട് വേണം. എന്റെ അവിടെ ദോശ ഇരുന്ന് കരിയും. ഞാൻ തീ കുറച്ചിട്ടാണ് വന്നേന്നുണ്ടെങ്കിലും ദോശ കരിയും. അപ്പൊ എന്നാലും ആളിങ്ങനെ വർത്താനം പറഞ്ഞു നിൽക്കണേ. ആൾ പോയിട്ട് ഗേറ്റ് അടച്ചിട്ട് വേണമെങ്കിൽ പോകാൻ അടുക്കളയിലേക്ക് ചെന്ന് വന്ന് നോക്കുമ്പോൾ ദോശ ഇരിക്കണം. ഇങ്ങനെയാ എന്താ ചെയ്യാ. അങ്ങനെ അപ്പൊ ദേ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ചിക്കൻ സാലഡ് കഴിച്ചു. ഞാൻ ദേ നമ്മുടെ DAG സെറം DAG ക്രീം ഇട്ടിട്ടുണ്ട് കേട്ടോ, നിലാസബ്സിന്റെ. എന്നിട്ടിട്ട് ബ്രഷ് ചെയ്തു, കമ്പി ഇട്ടു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ എന്റെ പരിപാടി ഒരു 6 മണിയാകുമ്പോഴേക്കും ഞാൻ ഫുഡ് അടിക്കുന്ന പരിപാടി കഴിഞ്ഞു. പിന്നെ എനിക്ക് അങ്ങനെ വിശക്കില്ല കേട്ടോ. എനിക്ക് അങ്ങനെ വൈകുന്നേരം ഫുഡ് അടിക്കണ ഒരു കൂട്ടത്തിലല്ല. എനിക്ക് ഫുഡ് അടി കുറവാണ് വൈകുന്നേരം. എനിക്ക് നല്ല സമാധാനമായിട്ട് വയറൊക്കെ ഒന്ന് കാലിലേക്ക് കിടന്നുറങ്ങണമെന്നാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. ഫുഡ് അടി കുറച്ചെങ്കിലും നിറച്ചാൽ മതി. അധികം നിറയ്ക്കുന്നത് ഇഷ്ടമില്ല. അപ്പൊ സ്കിൻ കെയർ കഴിഞ്ഞു, ബ്രഷ് ചെയ്യൽ കഴിഞ്ഞു, ക്ലിപ്പ് ഇട്ടു, സാലഡ് കഴിച്ചു. ഞങ്ങൾ കുറെ ഒന്നും കഴിക്കില്ല കേട്ടോ. എനിക്ക് എന്റെ ഏറ്റവും മെയിൻ മീല് ഉച്ചക്കലുള്ളതാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, അതായത് എന്തെങ്കിലും വല്ല സ്പെഷ്യലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വല്ലതും കഴിക്കേണ്ടി 4 മണിക്ക് വന്നാൽ എനിക്ക് പിന്നെ അധികം വിശക്കാറില്ല. അതെനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ അവിടുത്തെ ബോഡി അനുസരിച്ചായിരിക്കും. അപ്പൊ ഞാൻ വിശന്നില്ലെങ്കിൽ ഞാൻ വൈകുന്നേരം കഴിക്കില്ല കേട്ടോ. അത് നല്ലതാണോ പൊട്ടയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് വിശപ്പില്ലെങ്കിൽ ഞാൻ അങ്ങനെ കഴിക്കാറില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം കരിക്ക്, അതുപോലെ തന്നെ നട്ട്സ്, കരിക്കും വെള്ളം, അതൊക്കെ കുറച്ചുകൂടി എനിക്ക് കരിക്കിലത്തെ ആ ഒരു കാമ്പുണ്ടല്ലോ, അങ്ങനെ കുറച്ച് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കാമ്പ്, അതും കഴിച്ചപ്പോ എനിക്ക് പറ്റിയില്ല പിന്നെ കഴിക്കാം. അപ്പൊ ഞാൻ കഴിച്ചില്ല. അപ്പൊ അങ്ങനെ ആണ് കേട്ടോ. അപ്പൊ സ്ഥിരമായിട്ട് ചിക്കൻ സാലഡ് കഴിക്കുന്നല്ല. ചേട്ടൻ ഇവിടെ മസ്റ്റ്, ചേട്ടന് വേണം. ചേട്ടന് അത് ഭയങ്കര ഇഷ്ടമാണ്. ആൾക്ക് കഴിച്ചില്ലെങ്കിൽ ഒന്നും കഴിക്കാത്ത മാതിരി തോന്നി, എപ്പോഴും പറയണ മാതിരി. അപ്പൊ ഞാൻ ഇതാ കുറച്ച് കഴിക്കുള്ളൂ. എനിക്ക് അങ്ങനെ വൈകുന്നേരം അധികം, അതിപ്പോ സ്ഥിരമായത് കൊണ്ടാണോന്ന് അറിയില്ല, ഞാൻ വൈകുന്നേരം ഫുഡ് കഴിക്കാറില്ല. അതിന്റെ ആണോ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അങ്ങനെ വൈകുന്നേരം വലിയ വിശപ്പുണ്ടാവാറില്ല. വെള്ളം കുടിക്കും, ഒരു കെടുക്കണ കുറച്ച് നേരം മുന്നേ വരെ വെള്ളം കുടിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ കുറച്ചു നേരം നടക്കുന്നുണ്ട് വൈകുന്നേരം. അതായത് വീട്ടിൽ തന്നെ ചിലപ്പോ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ മഴ ഇല്ലെങ്കിൽ പുറത്ത് നടക്കും. പിന്നെ പുറത്ത് നടക്കാതെ ഭയങ്കര കൊതുണ്ട്. പിന്നെ നടക്കുമ്പോ കൊതു അധികം അറ്റാക്കിയില്ല, പക്ഷെ എന്നാലും അത്ര കണ്ട് വഴുക്കലുണ്ട്. പിന്നെ പുറത്ത് ഇപ്പൊ ചിലപ്പോ അകത്ത് നടക്കും, അല്ലെങ്കിൽ പുറത്ത് നടക്കും. മുടി കെട്ടിയിട്ടില്ല കേട്ടോ. മുടി ഞാൻ ഇനി കെടുക്കാൻ നേരത്തെ കിട്ടുള്ളൂ. കെടുക്കാൻ നേരത്തെ എന്തായാലും അങ്ങനെ മുടി ഇങ്ങനെ തവളാന്ന് അഴിഞ്ഞു കെടുക്കണ കാരണം, ഇങ്ങനെ ഒരു സിൽക്ക് പോലത്തെ ആയ കാരണം നമ്മള് മുടി കെട്ടി വെച്ചാലും ഒന്നും കൂടി കെട്ടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ കെട്ടണ്ടേ. വാ, അമ്മ വന്നതേ കുളിച്ച് ഫ്രഷായി. ഞാൻ അമ്മ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോവാ. തന്നെ അമ്മക്കുട്ടി. അമ്മക്കുട്ടി ഒന്നിനും നേരില്ല, വീഡിയോയില് കാണാറില്ല. അമ്മക്കുട്ടി എന്നെ കാണില്ല കാലത്ത്. അല്ല, ഞാനേ പാറുന്ന് ഒളിപ്പിച്ചതാ. പാറു ഇങ്ങനെ കലകല ആ TV ഇങ്ങോട്ട് കേൾക്കും, ടിവിയുടെ സൗണ്ട്.
എന്നിട്ട് ഇതിലേ തുറന്നോ കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇതേ നടക്കാൻ പോവാണ്. നടന്നിട്ട് പിന്നെ ബാക്കി ശേഷം പാറക്കുട്ടിക്ക് എഴുതാണ്ടായിരുന്നു കേട്ടോ. പാറക്കുട്ടിക്ക് ഇന്ന് മലയാളം കോപ്പി ബുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്ക് തായും റായും ന്യായം ഒക്കെ എഴുതുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പാറക്കുട്ടിക്ക് ഇന്ന് വൈകുന്നേരമായപ്പോ ഒരു വിഷമം ഉണ്ടായി. കാണിച്ചു തരാട്ടോ. ആളെ അവിടെ നിക്കായിരുന്നു വാതിലിന്റെ അവിടെ കൈവച്ചിട്ട്. വാതില് സ്വയം വന്നും കൂടെ അടഞ്ഞിട്ട് തിരിച്ച് വാതില് അങ്ങടാക്കിയിട്ട് കൈ എടുക്കാൻ ആൾക്ക് അറിയണില്ല. ആളുടെ ഓടിയിട്ടിട്ടുണ്ട്. ഞാൻ അടുക്കളയിൽ ഓടി വന്ന് നോക്കുമ്പോഴേക്കും കൈ ഒരുമാതിരി വീർത്തു. എന്നിട്ട് ആകെ പുലിവാല പിടിച്ചതായിരുന്നു. അതിന്റെ ഇടയിൽ ചേട്ടൻ ഇത് കൊണ്ടാവണേ മുന്നാട്ട ചേട്ടൻ മീൻ കൊടുന്നുണ്ടായിരുന്നു. അപ്പൊ മീനും പിന്നെ കുറച്ച് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങള് മറ്റേ ഉരുളക്കിഴങ്ങ് സവാള അങ്ങനത്തൊക്കെ. ഞാൻ എന്ത് ചെയ്തു, നാളെ മുട്ടിക്ക് NCCയുടെ പരേഡ് ഉണ്ട്. അപ്പൊ മുടി കെട്ടി കൊടുക്കണം ഫിഗർ ആയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ മീൻ നന്നാക്കലും പരിപാടിയും കഴിഞ്ഞാൽ അവർക്ക് മുടി കെട്ടിട്ട് വേണം ജിമ്മിൽ പോകും. അപ്പൊ ഞാൻ നേരത്തെ മീൻ നന്നാക്കി വെച്ചു. അപ്പൊ അതേ പാർക്കുട്ടിയുടെ കയ്യിലേ പെട്ടു. അത് പണിയെടുത്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയില്ല കൈ കണ്ട നിർത്തിയിരിക്കണ വിരല് ഉന്നയോണ്ടൊക്കെ വാതിലിന്റെ ഇടയിൽ പെട്ടാ മങ്ങാന്ന് പറഞ്ഞാൽ എന്താവും. അങ്ങനെ എനിക്ക് സങ്കടം വന്നു. അവൾ കുറേ കരഞ്ഞു. അങ്ങനെ കരഞ്ഞിട്ട് ഉറങ്ങിയത്. പക്ഷെ വലിയ പ്രശ്നമില്ല ആൾക്ക്. പിന്നെ ആള് സമാധാനം ഓടിഞ്ഞിട്ടൊന്നുമില്ല. വെറുതെ ആളുടെ സമാധാനത്തിന് ഇതിനും ചിറ്റി കൊടുത്തുട്ടാ. ആള് പറഞ്ഞിട്ട് ചിറ്റി കൊടുത്തത്. എനിക്കാണെങ്കിൽ രാത്രി ഒരു സമാധാനം ഉണ്ടായില്ല. ഞാൻ ഉറങ്ങി കഴിഞ്ഞിട്ട് ഇടയ്ക്കെടുത്ത് നോക്കി. അപ്പൊ ആൾക്ക് അങ്ങനെ വലിയ ഒടിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായി തീരാനക്കാൻ പറ്റണൊക്കെ ഉണ്ടാവില്ല. നമുക്ക് അമ്മമാർക്ക് എന്തെങ്കിലും വന്ന സങ്കടം വരും. കരച്ചിൽ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുണ്ടായിരുന്നില്ല പാവം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എത്തിയപ്പോ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഇങ്ങനെയൊന്നും കരയില്ല. കുറച്ച് വേദനയൊക്കെ സഹിക്കുന്ന കൂട്ടത്തില. പക്ഷെ ഇത് ആൾക്ക് ഭയങ്കരമായിട്ട് വേദന എടുത്തു. നല്ലോണം വേദന എടുത്തു. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ടേക്ക് കെയർ. ലവ് യു ഓൾ. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു കേട്ടോ.